തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആവേശമായി UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ റോഡ് ഷോയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. എന്നോടൊപ്പം ഫ്രാൻസിസ് ജോർജ് ഉണ്ട്. ഇടതു കോട്ടയാണ് വൈക്കം. ആ വൈക്കം നിയോജക മണ്ഡലത്തിൽ നിന്നാണ്. എന്താണ് വൈക്കത്തെ കൂടി പിടിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തുടക്കം? തീർച്ചയായിട്ടും വൈക്കത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം. നിങ്ങൾ നോക്കിക്കൊള്ളുക, വൈക്കം നിയോജക മണ്ഡലത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായ വ്യക്തമായ ലീഡ് നേടിയിരിക്കും. അതിനനുസൃതമായിട്ടുള്ള വലിയ അനുകൂല സാഹചര്യങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിനനുസൃതമായിട്ടുള്ള പ്രവർത്തനമാണ് ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ കുറേ നാളായി ഇവിടെ പ്രചരണം തുടരുകയാണ്. ജനങ്ങളുടെയൊക്കെ മുഖത്ത് നിന്ന് എന്താണ് ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി വായിക്കുന്നത്? വളരെ വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. ജനങ്ങളൊരു മാറ്റം ഉണ്ടാകണമെന്ന് ഇവിടെ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നിലവിലുള്ള ഈ സംവിധാനം അതിൽ മാറണം, അത് മാറ്റമുണ്ടാകണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആഗ്രഹം. ആ ആഗ്രഹം എന്ന് പറയുമ്പോൾ, ആ മാറ്റം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് UDFനെ കൊണ്ട് മാത്രമേ മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയുമെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങൾ UDFന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം തെരഞ്ഞെടുപ്പിച്ചു. ഈ സംസ്ഥാന സർക്കാരിനെതിരായ ഒരു ഭരണവിരുദ്ധ വികാരമാണോ നിങ്ങളുടെ ഒരു മൊത്തത്തിൽ സംസ്ഥാനത്തുള്ള ഒരു പ്രതീക്ഷ എന്താണ്? അല്ല, സംസ്ഥാന സർക്കാരിനെതിരെ ഭരണവിരുദ്ധ വികാരമുണ്ടല്ലോ. അതുകൊണ്ട് അതിപ്പോൾ ഞങ്ങളുടെ ഒരു പ്രതീക്ഷ എന്നുള്ളതല്ല, ഞങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ജനങ്ങളുടെ റിയാക്ഷൻ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സംസ്ഥാന ഭരണത്തെക്കുറിച്ച് ജനങ്ങളുടെ എല്ലാ പ്രതീക്ഷയും നശിച്ചു കഴിഞ്ഞു. ജനങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയുമില്ല. ഇതൊരു അഴിമതി നിറഞ്ഞ കെടുകാര്യസ്ഥത മുഖമുദ്രമാക്കിയ ഒരു സർക്കാരാണ്. ജനങ്ങളുടെ റേഷൻ പോലും മുടക്കിയ ഒരു സർക്കാർ, ജീവനക്കാരുടെ ശമ്പളം മുടക്കുന്ന ഒരു സർക്കാർ. അങ്ങനെയുള്ള ഒരു സർക്കാരിൽ ജനങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം ഞങ്ങളത് സ്വാഭാവികമായും അതേക്കുറിച്ച് പറയുമെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ദേശീയ തലത്തിൽ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. ഇതെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ഈ ഒരു കാര്യമുള്ളത്, എതിർ സ്ഥാനാർത്ഥിയെ ഇന്നലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഫലത്തിൽ നിങ്ങൾ ഒരു കേരള കോൺഗ്രസ്സുകാരാണെന്നാണല്ലോ പറയുന്നത്. പക്ഷെ നിങ്ങളെ ഒരു കേരള കോൺഗ്രസ് ആയിട്ട് പോലും അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നില്ല. നിങ്ങളൊരു പാർട്ടിയല്ല, അംഗീകൃത പാർട്ടിയല്ല എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതെ, അതിപ്പോൾ അവർക്ക് വേറൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. ആരാണ് പാർട്ടി, ആരാണ് കേരള കോൺഗ്രസ് എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കൃത്യമായി നമുക്ക് ബോധ്യമാകും. പാർട്ടികളിപ്പോൾ പലതരത്തിലുണ്ട്. ഇപ്പോൾ രജിസ്റ്റേർഡ് പാർട്ടികളുണ്ട്, റെക്കഗ്നൈസ്ഡ് പാർട്ടികളുണ്ട്. ഞങ്ങൾ ഈ രാജ്യത്തെ, ഈ സംസ്ഥാനത്തെ ഒരു രജിസ്റ്റേർഡ് പാർട്ടിയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങളൊരു പാർട്ടിയല്ല എന്നൊക്കെ അവർ പറയുന്നത് അവരുടെ വളരെ വില കുറഞ്ഞ, എന്താ പറയുക, അവരുടെ ഒരു നിരാശയിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വാദഗതിയാണത്. അപ്പോൾ ആ വാദഗതിക്കൊന്നും യാതൊരു അടിസ്ഥാനവുമില്ല. ഞങ്ങൾ പാർട്ടിയാണോ, ആരാണ് യഥാർത്ഥ കേരള കോൺഗ്രസ് എന്നൊക്കെ ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോയി. ഈ രണ്ടില എന്ന ആത്മവിശ്വാസം, സ്ഥിരമായിട്ടുള്ള ചിഹ്നമൊക്കെയാണ് അവർ പറയുന്നത്. ഈ ആത്മവിശ്വാസമൊക്കെ ഈ തെരഞ്ഞെടുപ്പോട് കൂടി പോകുമെന്നാണോ പറഞ്ഞു വരുന്നത്? അവരുടെ ആത്മവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കൊന്നും പറയാനില്ല. അവർ പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ചിഹ്നമാണെന്നുള്ളതാണ്, തെരഞ്ഞെടുപ്പ് ചിഹ്നമാണെന്നുള്ളത്. അല്ലാതെ ഈ രാജ്യത്തെ ബാധിക്കുന്ന, ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അവർക്കൊന്നും പറയാനില്ല. ഇവിടെ കാർഷിക മേഖലയിലെ വിലത്തകർച്ച, റബ്ബറിൻ്റെ വിലത്തകർച്ച, നെല്ല് സംഭരിച്ചതിന് ശേഷം കർഷകർക്ക് പണം കൊടുക്കാത്തത്, അതുപോലെ തന്നെ ദേശീയ തലത്തിലെ കർഷക സമരം, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും അവർക്കൊന്നും പറയാനില്ല. അവർക്കൊരു നിലപാടുമില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ജനങ്ങളെ ബാധിക്കുന്ന ഈ റേഷൻ സ്തംഭനം തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അവർക്ക് യാതൊന്നും പറയാനില്ല. അവരെപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് 2 ഉണ്ട്, 2 ഈ രാജ്യത്തെ ഏറ്റവും വലിയ സംഭവം എന്നുള്ള മട്ടിലാണ് അവരിങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ട് മറ്റു വിഷയങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ്. അവർക്ക് അതേക്കുറിച്ചൊന്നും ഒരു മറുപടിയും ജനങ്ങളോട് പറയാനില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് സ്ഥിരമായി ഇങ്ങനെ ഒരു ചിഹ്നമുണ്ട് എന്നുള്ള, അവർക്ക് മാത്രമല്ലല്ലോ, ദേശീയ പാർട്ടികൾക്കൊക്കെ ഇങ്ങനെ സ്ഥിരമായിട്ടുള്ള ചിഹ്നമില്ലേ? കോൺഗ്രസിനില്ലേ, CPM-നില്ലേ, CPI-ക്കില്ലേ, മറ്റു പാർട്ടികൾക്കില്ലേ? അപ്പോൾ ഇവരുടെ ഈ ഒരു 2 ചിഹ്നമാണ് ഏറ്റവും വലിയൊരു മഹാസംഭവം എന്നുള്ള നിലയിൽ അവർ പറയുന്നത് തന്നെ ഒരു വില കുറഞ്ഞ ഏർപ്പാടാണ്. ഈ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെ UDFന് കിട്ടിയ ഭൂരിപക്ഷം അതിനപ്പുറത്തേക്ക് പോകുന്ന ഒരു പ്രതീക്ഷയുണ്ടോ ഫ്രാൻസിസ് ജോർജിന്? തീർച്ചയായിട്ടും എല്ലാവരും, ജനങ്ങൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തെക്കാൾ കൂടിയ ഭൂരിപക്ഷത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്നാണ്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് റോഡ് ഷോയുമായി ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഒന്നാകെ സജീവമായി വളരെ വേഗത്തിൽ വോട്ടർമാരിലേക്ക് എത്താനുള്ള അവസാനഘട്ട ശ്രമത്തിലാണ് UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജ്. വൈക്കത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.